മുമ്പേ പറഞ്ഞ് വികസനത്തിന് വേണ്ടി രാജ്യാന്തരത്തിൽ കൂടി രാജ്യത്തിന്റെ അഭിമാനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന് കടത്തി കിട്ടാൻ കേരളത്തിൽ NDA സർക്കാരിനുള്ള ആഗ്രഹത്തിൽ അവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മൗനമായി തരംഗം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാക്ഷ്യപത്രമാണ് ചെറുപുഴയിൽ പറയുന്ന കുടിയേറ്റ അവധി നിഷ്കളങ്കരായ സ്നേഹമുള്ള മനുഷ്യൻ ജീവിക്കുന്ന മലബാർ ഞങ്ങൾക്ക് മലബാർ എന്ന് പറയും. ഇവിടെ തലച്ചുകൂട്ടി നിങ്ങളെപ്പോലുള്ള നന്മയുള്ള മനുഷ്യർ നിങ്ങൾ കഴിഞ്ഞ 19 ദിവസങ്ങളായിട്ട് മാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ മനുഷ്യരെ ചെടി വാരിയില്ല. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക മൗദൂദ് എന്ന് പറയുന്ന 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച അഭിവൃദ്ധി ഇന്ത്യയുടെ ഭാഗമായി പാകിസ്ഥാനിൽ അതിന്റെ മൗദൂദി അയാളുടെ ആശയത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി അവരെന്താണ് അവർ പറയുന്നത്? ജനാധിപത്യത്തിൽ അവർ വിശ്വാസില്ല. മതരാഷ്ട്രം വേണം. ഇന്നുവരെ അവർ തള്ളിക്കൊണ്ടിട്ടില്ല. പച്ചവർഗീയ എന്ന് പറയുന്നവരായിട്ട് UDF കൈ കൊടുക്കുന്നു. എന്നിട്ട് ഇവര് പറയും മകനെന്താ ഞങ്ങൾ നയമുണ്ട്. ഇപ്പോഴത്തെ LDF എന്താ ചെയ്യുന്നത്? അഭിമന്യു എന്ന് പറയുന്ന മൂന്നാറിലെ വട്ടവടയിൽ ജയിലിച്ച് 19 വയസ്സിൽ ഒരു SFIക്കാരനായ മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഒരു പാവപ്പെട്ട തമിഴ്നാട് ഏക മകൻ അഭിമന്യുവിനെ SDP എന്ന് പറയുന്ന ഭീകരവാദ ദേശവിരുദ്ധ സംഘടനയുടെ പ്രവർത്തകർ കുത്തിക്കൊന്നു. ഞാൻ പെട്ട മകനെ എന്നുള്ള അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ കണ്ണുകളിൽ കണ്ണു നിറയ്ക്കും. ഒരേ ഒരു മകൻ. ആ കുട്ടിയുടെ പേരിൽ 3,50,00,000 ലഭിച്ചു. ഏതാണ്ട് 40-45 ലക്ഷത്തോടെ വീട് ഒരു മകളെ വിവാഹം ചെയ്യുന്നതുമായിട്ട് ബാക്കിയുള്ള കോടികൾ അമുക്കി. ആ അഭിമന്യനോട് നീതി കൊടുത്താൽ പറ്റി സാധിച്ചു. അവരെ കുത്തിക്കുന്ന ഈ SDP എന്ന് പറയുന്ന സംഘടനകളെ പിന്തുണയെഴുതി ഒരു മാസോട് ചോദിച്ചപ്പോൾ അയാൾ ഗുണമാവുന്നു. വ്യവഹാരത്തോടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മറുപടിയില്ല. വീട്ടിൽ പോയി ചോദിക്കുന്നതിന് പറഞ്ഞ ആള് ഇപ്പോൾ വല്ലാത്ത വിഭ്രാന്തിയിലെ കേരളത്തിലെ ജനങ്ങളും ദേശീയതയോടൊപ്പം ചേർന്ന് നമ്മുടെ നാട്ടിലെ വയസ്സ് തലമുറയ്ക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിലെ ഉയർന്ന രീതിയിലുള്ള ഭൗതികമായിട്ട് തങ്ങൾ അർഹിക്കുന്ന കേരളം ഡിസേർവ് ചെയ്യുന്ന ഉന്നതയിലേക്ക് കൊണ്ടുവരാനുള്ള മാത്രം കാര്യങ്ങളുമാണ് വികസിത കേരളത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും ആ രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ചെയ്യുന്ന NDAയ്ക്ക് ഒപ്പം കേരളം ജനങ്ങൾ മാറുന്നത് കണ്ടപ്പോൾ സർക്കാല ഭ്രമവും നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസമായ കാര്യം പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. FCRA എന്നൊരു നിയമമുണ്ട് ഇന്ത്യയിൽ. ഫോറിൽ നിന്ന് പണം സന്നദ്ധ സംഘടനകൾക്ക് NGO കൊണ്ടുവന്ന് പ്രോജക്റ്റിന് വേണ്ടി മുഴുവൻ ചെയ്യാൻ പറ്റുന്ന സംഘടന. ആ സംഘടന എല്ലാവരും നിയമം ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി ഈ NDA സർക്കാർ. കൊണ്ടുവരുന്ന 16,400 സംഘടനകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. 22,000 കോടി രൂപയാണ് നിമിഷങ്ങൾ കിട്ടുന്നത്. എന്തിനാണോ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ അറിയിക്കണം. ആ ആവശ്യത്തിനാണോ ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്? അതല്ല ദേശവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് ഫണ്ട് വിനിയോഗിക്കുന്നത് അറിയാൻ ഒരു നിയമം കൊണ്ടിരുന്നു. നിയമവ്യവസ്ഥയുടെ രാജ്യത്ത് ആ നിയമം ആവശ്യമില്ല. ആ അമൻമെന്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. മാർച്ച് 31-ാം തീയതി അഭിമന്യ ചങ്ങനാശ്ശേരി സർവേ പിതാവ് ഒരു പോസ്റ്റ് ഇട്ടു. ഈ നിയമ ഭേദഗതിയിൽ ആശങ്കയുണ്ട്. ഇത് കണ്ട ഉടനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള UDFന്റെയും LDFന്റെയും MPമാർ അന്ന് രാത്രി തന്നെ ഡൽഹി പോയി പാർലമെന്റിന് മുമ്പിൽ ഒരു ഫ്ലാഗ് പിടിച്ച് ലജ്ജാകരമായിരിക്കുന്ന ഒരു നാടകം നടത്തി. എന്നാൽ സുഹൃത്തുക്കൾ നിങ്ങൾക്കറിയാവോ, അന്നേ ദിവസം മനോരമ ന്യൂസിന്റെ ചാനലിൽ ഈ വിഷയത്തിൽ ഞാൻ ചർച്ചയുണ്ടായിരുന്നു. ഞാൻ വാർത്താമാധ്യമത്തെ കുറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അവതരണത്തിൽ പറഞ്ഞു, ക്രിസ്ത്യൻ സമൂഹത്തിനെ തകർക്കാനോ അവരുടെ പള്ളികൾ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള നിയമമാണ് ഈ നിയമഭേദഗതി. നട്ടാൽ കുടിക്കാത്തൊരു നുണ ഈ അവതാരക പറഞ്ഞു. ഒരു ചോദ്യം ആദ്യം എന്നോടല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ പറഞ്ഞത് പച്ച കള്ളമാണ്. ലോകം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ നുണകളുമായി റെക്കോർഡ് ചെയ്യണം. കാരണം FCRA ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അത് ക്രിസ്ത്യൻ, മുസ്ലിം,
ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ NGOs എവിടെ സമാനം? Are you from India? It's a great country. Your prime minister is എന്താ ഒരാൾ ഗുരു, ആ വാക്ക് പറഞ്ഞാൽ അറിയത്തില്ല, അതിലവരുടെ ലീഡർ എന്ന് പറയും. വേറെന്താ പറയാം? ഇന്ന് യുവാക്കളും ലോക ജനത ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ ഏറ്റവും ആളുകൾ ഫോളോ ചെയ്യുന്ന ലോകത്തിലെ രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദിജിയാണ്. എത്ര പേരുണ്ടോ? 100 ദശലക്ഷം. തൊട്ട് നാളെയാണ് 41 ദശലക്ഷം അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 8 രാജ്യത്തലവന്മാരുടെ കൂട്ടിയാൽ 82%. ലോകത്തിന്റെ യുവജനത പ്രതീക്ഷയോടെ കാണുന്ന ഭൂമിയിലെ ഏക ഭരണാധികാരി നരേന്ദ്രമോദി എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യത്തു നിന്നുള്ള നമ്മളെപ്പോലുള്ളവർ എത്ര അഭിമാനിക്കണം. ഇതൊക്കെ കണ്ടും കേട്ടും ഉത്തരാഖണ്ഡിലൊക്കെ യാത്ര ചെയ്തും ഈ മാറ്റങ്ങളെല്ലാം നേരിൽ കണ്ടും ഇത് തെറ്റാണല്ലോ, 15 വർഷമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ, സ്വയം മനസാക്ഷിയോടുള്ള കുറ്റബോധം തോന്നിയാണ് എന്നെ പോലുള്ളവരോ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് നിങ്ങൾക്കറിയാവോ? കേരളത്തിന്റെ മുക്കിലും മൂലയിലും പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ ചെറുപ്പക്കാർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് വരും. അകറ്റി നിർത്തേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം കേരളത്തിനെ വളരാനുണ്ട്. കേന്ദ്ര സർക്കാർ നീങ്ങുന്ന ഒരു പദ്ധതി കൊണ്ടുവരാതെ BJP കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു, നുണ പറഞ്ഞു നമ്മളിൽ നിന്ന് അകറ്റി നിർത്തി അവർ പാടെ തകർന്നു. സ്വാമിക മാതൃകളുടെ കാലമാണ്. ഡൽഹിക്ക് പോകുന്ന പൈസ മുഴുവൻ വേണ്ട, തായ്ലൻഡിൽ പോയി വരാൻ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.